ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പാഠത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. ചന്ദ്രരാശിയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ചന്ദ്രരാശി കൂറുകളെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മൾ ആകാശത്തിലുള്ള നക്ഷത്ര സമൂഹങ്ങളെല്ലാം, നക്ഷത്രങ്ങളെയൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, നക്ഷത്ര സമൂഹങ്ങൾ എന്നാണ് പറയുന്നത്. നക്ഷത്ര സമൂഹങ്ങളെല്ലാം 27ആയിട്ട് ഭാഗിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 27 അംശം 12 അംശങ്ങളിലായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ 12 അംശം എന്ന് പറഞ്ഞാൽ ഒരു രാശിയാണ്. അപ്പോൾ 27 നക്ഷത്ര സമൂഹങ്ങളെ ഓരോ 12 രാശിക്കകത്ത് ഇടുമ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്ര സമൂഹം വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മേടരാശിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ടെന്ന് നമുക്ക് വിചാരിക്കണം. 4 പാദങ്ങൾ, 4 കാലുകൾ. എന്നിട്ട് ആദ്യത്തെ മേടരാശിയിൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ഉണ്ടാവും. ഇടവരാശിയിൽ കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയുടെ മുഴുവൻ ഭാഗവും മകേരത്തിൻ്റെ അരഭാഗവും ഉണ്ടാവും, 2 പാദങ്ങൾ. പിന്നെ മിഥുന രാശിയിൽ മകേരത്തിലെ മിച്ചമുള്ള 2 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ 3 പാദങ്ങളും ഉണ്ടാവും, മുക്കാൽ ഭാഗം. പിന്നെ കർക്കിടകത്തിൽ പുണർദത്തിൻ്റെ കാൽഭാഗവും പൂയത്തിൻ്റെ മുഴുവൻ ഭാഗവും ആയില്യത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉണ്ടാവും. സിംഹരാശിയിൽ മകത്തിൻ്റെ മുഴുവൻ ഭാഗവും പൂരത്തിൻ്റെ പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗവും ഉണ്ടാവും. കന്നിരാശിയിൽ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉത്തരം അത്ത നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതിയും ഉണ്ടാവും. തുലാ നക്ഷത്രത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ ബാക്കിയുള്ള 2 പാദങ്ങൾ അല്ലെങ്കിൽ പകുതിയും, സ്വാതി നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം 3 പാദവും ഉണ്ടാവും. വൃശ്ചിക രാശിയിൽ വിശാഖ നക്ഷത്രത്തിൻ്റെ ബാക്കിയുള്ള 1 പാദവും അനിഴ നക്ഷത്രത്തിൻ്റെ മുഴുവൻ പാദങ്ങളും കേട്ട നക്ഷത്രത്തിൻ്റെ മുഴുവൻ പാദങ്ങളും ഉണ്ടാവും. ധനുരാശിയിൽ മൂല നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും പൂരാട നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ഉണ്ടാവും. മകരരാശിയിൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും ഔട്ട നക്ഷത്രത്തിൻ്റെ അരഭാഗവും ഉണ്ടാവും. കുംഭരാശിയിൽ ഔട്ട നക്ഷത്രത്തിൻ്റെ ബാക്കിയുള്ള അരഭാഗവും ചതയ നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉണ്ടാവും. മീനരാശിയിൽ പൂരുരുട്ടാതിയുടെ ബാക്കിയുള്ള കാൽഭാഗവും ഉത്തരട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് 27 നക്ഷത്രങ്ങളെ പിരിച്ചിരിക്കുന്നത്. ഇതിന് ഓരോന്നിനെയുമാണ് നമ്മൾ കൂറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ജാതകം എഴുതുമ്പോൾ രവി നിൽക്കുന്നത്, രവിയുടെ ആ മാസം, ഏത് മാസമാണോ കുട്ടി ജനിച്ചത് ആ മാസത്തിലാണ് രാ എന്ന് എഴുതുന്നത്. മേടമാസത്തിൽ രാ മേടത്തിലായിരിക്കും, ഇടവമാസത്തിൽ ഇടവത്തിലായിരിക്കും. രണ്ടാമത്തെ മുകളിൽ നിന്നും മൂന്നാമത്തെ കോളം, മുകളിൽ നിന്ന് 4ാമത്തെ കോളം മിഥുനം, അതിൽ മിഥുനമാസത്തിൽ സൂര്യൻ നിൽക്കും. അങ്ങനെ ഈ മേടം, ഇടവ, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെ 12 മാസങ്ങളിൽ അതാത് മാസങ്ങളിൽ സൂര്യൻ ഉദിച്ചു വരും. അത് അടുത്ത മാസത്തിൽ അടുത്ത രാശിയിലേക്ക് പോകും. പിന്നെ നമ്മൾ ലഗ്നത്തിനെ പറ്റി പറയുമ്പോൾ, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ട് 1 മാസം ഒരു രാശിയിൽ കാണുമെങ്കിലും ആ സൂര്യൻ ഭൂമി സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമ്മൾ വിചാരിക്കണം തന്നെത്താനെ കൂടി ചുറ്റുന്നതുകൊണ്ട് ഈ 12 രാശിയും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് 12 ലഗ്നമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ മേടരാശിയിൽ സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം മേടരാശിയിലായിരിക്കും. അടുത്ത ദിവസം മേടരാശിയിൽ തന്നെ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനടുത്ത ദിവസം മേടരാശിയിൽ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മേടലഗ്നം തുടങ്ങും മേടരാശിയിൽ. പക്ഷേ മേടലഗ്നം തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞാൽ 4 മിനിറ്റ് ആയിക്കഴിഞ്ഞു. അടുത്ത ദിവസം മേടലഗ്നത്തിൽ മിച്ചമുള്ളത് 1 മണിക്കൂറും 56 മിനിറ്റുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലഗ്നം കണക്കാക്കേണ്ടത്. അതായത് മേടമാസം തന്നെ ഒരു കുട്ടി 10-ാം തീയതി ജനിക്കുകയാണെങ്കിൽ, മേടമാസം തന്നെ ഒരു കുട്ടി 10-ാം തീയതി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലഗ്നം എന്താണെന്ന് ചോദിക്കുക. 10-ാം തീയതി രാവിലെ 10 മണിക്ക് ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലഗ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 10-ാം തീയതി രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ 10-ാം തീയതി ആകുമ്പോൾ
മേടമാസത്തിലാണ് രവി നിൽക്കുന്നത് നമുക്കറിയാം. പക്ഷേ 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് 40 മിനിറ്റ് മുമ്പോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ 40 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലഗ്നം എടുത്ത് നോക്കുമ്പോൾ മിച്ചമുള്ള ലഗ്നം 1 മണിക്കൂറും 20 മിനിറ്റുമാണ്. അപ്പോൾ മേടമാസത്തിൽ 10-ാം തീയതി ആകുമ്പോഴത്തേക്കും സൂര്യ ഉദയം കഴിഞ്ഞിട്ട് 1 മണിക്കൂറും 10 മിനിറ്റ് കഴിയും വരെയാണ് മേടലഗ്നം ഉള്ളത്. അപ്പോൾ 7 മണി 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ 9 മണി 10 മിനിറ്റ് വരെ ഇടവലഗ്നവും പിന്നെ 9:10 തൊട്ട് 11:10 വരെ മിഥുന ലഗ്നവുമാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടി ജനിച്ചത് മിഥുന ലഗ്നമാണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ലഗ്നം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ആണെങ്കിൽ നക്ഷത്രമായിട്ട് ബന്ധപ്പെടുത്തണം. ഇപ്പോൾ നമുക്ക് ഒരു പുരാട നക്ഷത്രത്തിലാണ് ഒരു കുട്ടി ജനിച്ചെങ്കിൽ പൂരാടം നക്ഷത്രത്തിൽ നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ പൂരാട നക്ഷത്രത്തിൽ 2 രാശികളുമുണ്ട് പൂരാട നക്ഷത്രത്തിന്. അതായത് പൂരാട നക്ഷത്രം ധനുമാസത്തിലാണല്ലോ വരുന്നത്. ധനുമാസത്തിൽ പൂരാടത്തിന് മൂലം പൂരാടത്തിന് മുഴുവനുണ്ട്. മൂലം പൂരാടം ധനുമാസത്തിൽ ധനുക്കൂറാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് എഴുതേണ്ടത് ച എന്ന് എഴുതേണ്ടത് നമുക്ക് അന്ന് ഈ നക്ഷത്രത്തിൻ്റെ ഇത് നോക്കിയിട്ട് ച എന്ന് എഴുതേണ്ടത് ധനുക്കൂറിലാണ്. അപ്പോൾ ച നിൽക്കുന്നത് ധനുക്കൂറിലാണ്. അപ്പോൾ നമുക്ക് ഈ സമയം കൂടെ കൃത്യമായിട്ട് അറിയണം. ഇതിൽ നക്ഷത്രം ഉദിച്ചിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ച എന്നുള്ള കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. കാരണം ഒരു രാശിയിൽ തന്നെ 2.25 നക്ഷത്രം നിൽക്കുന്നത് കൊണ്ട് ആദ്യത്തെ നക്ഷത്രമാണോ രണ്ടാമത്തെ നക്ഷത്രമാണോ അല്ലെങ്കിൽ 1/4 നക്ഷത്രമാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് നക്ഷത്രത്തിലെ സമയം കൂടെ ജനിച്ച സമയം കൂടെ അറിയേണ്ടി വരും.